ദീർഘദൂരത്തെ സഞ്ചാരത്തിനൊടുവിൽ കുതിരവണ്ടിയുടെ വേഗത കുറഞ്ഞുകൊണ്ടിരുന്നു. അതൊരു വലിയ ഇരുമ്പ് ഗേറ്റിനരികെ നിന്നു. ഉൾവശത്തെ പൂർണ്ണമായി മറച്ചുകൊണ്ട് അതിനരികെ വലിയൊരു മതിലുമുണ്ടായിരുന്നു. അകത്തേക്ക് ഞങ്ങൾക്ക് പ്രവേശനമില്ല, നിങ്ങൾക്കിവിടെ ഇറങ്ങാം, കുതിരവണ്ടിക്കാരൻ തിരിഞ്ഞുനിന്ന് അയാളോട് പറഞ്ഞു. അയാൾ കീശിൽ നിന്ന് 2 നാണയത്തുട്ടുകൾ എടുത്തുകൊണ്ട് കുതിരവണ്ടിക്കാരനെ നേരെ നീട്ടി. അയാൾ ആദ്യമായിട്ട് അയാളോട് പുഞ്ചിരിച്ചു. അവസാനമായിട്ടും. അയാൾ ഗൗണുകാരൻ്റെ പെട്ടികൾ അവിടെ ഇറക്കി വെച്ച് അവസാനമായി അയാളൊന്ന് നോക്കി. ശേഷം വന്ന വഴിയിലൂടെ വേഗത്തിൽ അയാൾ വണ്ടി ഓടിച്ചു. ഗൗണുകാരൻ ചുറ്റുപാടും നോക്കി. വലിയൊരു കാടിന് നടുവിലായി അയക്ക. അയാൾ ആ വലിയ ഗേറ്റിനടുത്തിലേക്ക് നീങ്ങി. ഇരുമ്പ് ഗേറ്റിനടിയിലൂടെ നോക്കിയപ്പോൾ 50 വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന ഒരാൾ ഒരു മരക്കൊമ്പ് വെട്ടി മൂർച്ച കൂട്ടുന്നു. ഗൗണുകാരൻ തൻ്റെ ബലിഷ്ഠമായ കൈകൾ കൊണ്ട് ആ ഗേറ്റിൽ മെല്ലെ തട്ടി. ആ നിശബ്ദതയിൽ അത് വലിയൊരു ശബ്ദമായി പ്രതിധ്വനിച്ചു. വൃദ്ധൻ നെറ്റി തുളിച്ചുകൊണ്ട് ശബ്ദത്തിൻ്റെ ഉറവിടത്തിലേക്ക് നോക്കി. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അയാൾ എന്തു വേണമെന്ന് കൈകൊണ്ട് ചോദിച്ചു. ഗൗണിനുള്ളിൽ നിന്ന് കരുതി വെച്ച ഒരു ചെറിയ പൊതി അയാൾ ആ ഇരുമ്പ് ഗേറ്റിനടിയിലൂടെ കാണിച്ചു. വൃദ്ധൻ പൊതിയെ നോക്കിക്കൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റു. മെല്ലെ ഗേറ്റ് തുറന്നു.